നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, ചീറ്റ ഡൈസ് ഇൻ കുനോ പൽപൂർ നാഷണൽ പാർക്ക് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോഴേക്കും ഇതിനകത്ത് കുറച്ച് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും പഠിക്കാനുണ്ട്, അതേപോലെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. സോ മെയിൻലി ഈ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഈ പറഞ്ഞ ചീറ്റ എക്സ്റ്റെൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. 1952 ഇന്ത്യയിൽ ഈ പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് ചീറ്റ നമ്മുടെ രാജ്യത്ത് നിന്നും എക്സ്റ്റെൻഡ് ആയി എന്ന് ഡിക്ലെയർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 2022 സെപ്റ്റംബറിലാണ് നമ്മൾ ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. മെയിൻലി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അതേപോലെ നമീബിയയിൽ നിന്നും നമ്മൾ ചീറ്റാസിനെ ഏകദേശം 20ഓളം ചീറ്റാസിനെ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽപ്പെട്ട ഒരു ചീറ്റയാണ് ഇപ്പോൾ ഡൈ ചെയ്തിരിക്കുന്നത്. കുനോ പൽപൂർ നാഷണൽ പാർക്കിൽ വെച്ച് ഡൈ ചെയ്തിരിക്കുന്നതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ഒരു ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അതേപോലെ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ചീറ്റ എന്നുള്ള ആനിമലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അതിന്റെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. പിന്നെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ട് നമ്മൾ ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ചീറ്റാസിനെ ഇന്ത്യയിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ കുനോ പൽപൂർ നാഷണൽ പാർക്കിനെ തന്നെ സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യവും നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. സോ ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള വിഷയത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. സോ അത് വരുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ഡിസ്കഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അവിടെ നമുക്ക് എഡിറ്റോറിയൽ എന്ന് പറയുമ്പോഴേക്കും റൈറ്റ് സൈഡിലുള്ള എഡിറ്റോറിയൽ പേജിൽ ലോവർ പോർഷൻസിലായിട്ട് നമുക്ക് ഒരു ചാർട്ടിന്റെ ഡയഗ്രാം വരുന്ന സെക്ഷൻസ് ഉണ്ടല്ലോ, അവിടെ വന്നിരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. മോർ ഫീമെയിൽസ് എൻ്റർ ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് കോഴ്സസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഇത് പണ്ട് കാലങ്ങളിൽ പൊതുവിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് സെക്ഷൻസിലേക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലും ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ താരതമ്യേന കുറവായിരുന്നു. ബട്ട് ഇപ്പോൾ ആ പാർട്ടിസിപ്പേഷൻ പതുക്കെ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ആ ഒരു ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ ട്രഡീഷണലി ഏത് ഭാഗങ്ങളിലാണോ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കൂടുതൽ ചേരാതിരുന്നത്, മീൻസ് ഏതൊക്കെ കോഴ്സുകളാണ് ഇപ്പം പറയുവാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മൈനിങ് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള വിഭാഗങ്ങളിലേക്ക് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. ഇപ്പൊ അതും ആ ട്രെൻഡ് മാറിയിരിക്കുന്നു. ആ ട്രെൻഡ് മാറി ഈ പറഞ്ഞ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വരുന്നു എന്നുള്ളൊരു നല്ലൊരു വാർത്തയും കൂടെ അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊരു ഡേറ്റ പെർസ്പെക്റ്റീവിൽ പഠിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഇവിടെ നമ്മൾ ഗവേണൻസ് അതേപോലെ എഡ്യൂക്കേഷന്റെ പർപ്പസ് ആ ഒരു റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ഡിസ്കഷൻ പോകുന്നത്. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിളും എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇന്ത്യ നീഡ്സ് ടു ഡെവലപ്പ് എ കെയർ എക്കോസിസ്റ്റം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇത് എഡിറ്റോറിയൽ പേജിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കും എന്താണ് കെയർ എക്കോസിസ്റ്റം എന്ന് പഠിക്കും. ഇനി അത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു കെയർ എക്കോസിസ്റ്റം പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് അതിനെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് ഇന്ത്യയുടെ ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. സോ ഇതിനെ നമ്മൾ എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ബിക്കോസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP എന്നുള്ള പെർസ്പെക്റ്റീവ് ഒക്കെ കയറി വരുന്ന കാരണം എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു 3 ആർട്ടിക്കിളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നും നമ്മൾ ഫിലിംസിന്റെ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതായിരുന്നു, ചീറ്റ ഡൈസ് ഇൻ കുനോ പാർക്ക് ഫ്രം സസ്പെക്ടഡ് ഡ്രോണിംഗ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. ഇവിടെ ഈ കുനോ പാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഷോർട്ടിൽ വന്നിരിക്കുന്നതാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനോ പൽപൂർ നാഷണൽ പാർക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മധ്യപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് ഈ കുനോ പൽപൂർ നാഷണൽ പാർക്ക്. അപ്പൊ ഇവിടെ നിന്ന് പ്രിലിംസിനൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കുനോ പൽപൂർ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ആ പോയിന്റ് ആദ്യമേ തന്നെ ഓർത്ത് വെച്ചേക്കാം, മധ്യപ്രദേശിലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വാർത്തയിലേക്ക് വരികയാണ്. ഇതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോപ്പിക് ഡിസ്കഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീറ്റാസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റിന്റ് ആണ്. ആ ഒരു എക്സ്റ്റിന്റ് ആയിട്ടുള്ള ആനിമലിനെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് ഈ ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിലൂടെ. 2020 അതിന് അനുവാദവും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷേ ചീറ്റാസിനെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അതേപോലെ നമീബിയയിൽ നിന്നുമാണ് ഈ 20ഓളം ചീറ്റാസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് 2022 സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത്. അപ്പം പറയുവാണെങ്കിൽ ഏകദേശം 2 വർഷത്തോളം അടുക്കാറായി. ഈ വർഷം സെപ്റ്റംബർ ആകുമ്പോഴേക്ക് 2 വർഷത്തോളം അടുക്കാറായി. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യവശാൽ എന്ന് പറയുകയാണെങ്കിൽ ഈ 20 കൊണ്ടുവന്ന 20 8 അപ്പം ഈ ഒരു ആർട്ടിക്കിളും കൂടെ ചേർത്ത് പറയുവാണെങ്കിൽ 8 ചീറ്റാസ് ഓൾറെഡി തന്നെ ഡൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതും കൂടെ കൂട്ടി 8 ചീറ്റാസ് ഡൈ ചെയ്തിട്ടുണ്ട്. പോയിട്ട് റെസ്റ്റ് നോക്കുവാണെങ്കിൽ 12 ചീറ്റാസ് ആണ് ഈ കൊണ്ടുവന്നതിനകത്ത് എലൈവ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. സോ എനിവേ ആ ഒരു കാര്യം ജസ്റ്റ് ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി ക്ലോസർ ഓൺ ഈ ഒരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് ബിലീവ്ഡ് ദാറ്റ് ചീറ്റാസ് ഡിസപ്പിയർഡ് ഫ്രം ഇന്ത്യൻ ലാൻഡ്സ്കേപ്പ് ഇൻ 1947. ഇന്ത്യയിൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചീറ്റാസിനെ ലൊക്കേറ്റ് ചെയ്ത് 1947 ആണ്, ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ്. അത് കഴിഞ്ഞ് ഏകദേശം പറയുവാണെങ്കിൽ ചീറ്റാസിനെ അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുമില്ല. 1952 അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് എന്താ ഡിക്ലെയർ ചെയ്തു, എക്സ്റ്റിന്റ് ആയിട്ട് ഇന്ത്യയുടെ വനമേഖലയിൽ നിന്നൊക്കെ തന്നെ എക്സ്റ്റിന്റ് ആയിട്ട് അതിനെ ഇന്ത്യ ഗവൺമെന്റ് 1952 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം, എന്താണ് അല്ലെങ്കിൽ ഏത് വർഷമാണ്
ഇന്ത്യൻ ഗവൺമെന്റ് ചീറ്റാസിനെ എക്സ്റ്റിന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. 1952 ഡിക്ലെയർ ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കാം. ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത വർഷം ഏതാണ്? 1947. എന്നാൽ പണ്ട് കാലങ്ങളിൽ, അതായത് ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ചീറ്റാസ് എന്ന് പറയുന്ന ആനിമൽ ഒരുപാടധികം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെയൊക്കെ നമ്പേഴ്സ് ഇത്രത്തോളം കുറഞ്ഞു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി പറയുകയാണെങ്കിൽ പോച്ചിങ് ആൻഡ് ഹണ്ടിങ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കാം. പക്ഷേ ചീറ്റാസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആനിമൽ തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഓരോ ആനിമൽസിനും അതിൻ്റെതായ റോൾസ് ഉണ്ട്. ആ ഒരു ആനിമൽസ് വഹിക്കുന്ന റോൾ ഉണ്ട് തീർച്ചയായിട്ടും. ആ ഒരു ആനിമൽ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്കോളജിയിൽ അതിന്റെ ഒരു ഇംബാലൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സ്പീഷീസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ആവശ്യ നമ്പർ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. സോ ചീറ്റാസ് ഹസ് ബിക്കം എക്സ്റ്റിൻക്ട് 14 അതർ കൺട്രീസ്. അത് ഓർത്തിരിക്കണം കേട്ടോ. ഇന്ത്യ മാത്രമല്ല, മറ്റ് 14 രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു കാലയളവിൽ, അതായത് ഈ ഇപ്പൊ നമ്മൾ ഈ 2000 വരെ നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ 1940s തൊട്ട് 2000 വരെ നിൽക്കുന്ന കാലയളവിൽ 14 രാജ്യങ്ങളിൽ നിന്നും ചീറ്റാസ് എക്സ്റ്റിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ഇന്ത്യയാണ്. അപ്പൊ ഇതിനകത്ത് ഇന്ത്യ കൂടാണ്ട് മറ്റ് 14 രാജ്യങ്ങൾ ആയിരിക്കും നോക്കി: ജോർദാൻ, ഇറാഖ്, ഇസ്രായേൽ, മൊറോക്കോ, സിറിയ, ഒമാൻ, ട്യൂണീഷ്യ, സൗദി അറേബ്യ, അങ്ങനെ ഈ പറഞ്ഞ നൈജീരിയ, കസാക്കിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇത്രത്തോളം 14 രാജ്യങ്ങളിൽ നിന്നും നിലവിൽ പറയുവാണെങ്കിൽ ചീറ്റാസിനെ നമ്മൾ എക്സ്റ്റിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇനി അടുത്തതാണ് മെയിൻലി ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട 2 ചീറ്റ വിഭാഗങ്ങളാണ്: ആഫ്രിക്കൻ ചീറ്റാസും അതേപോലെ ഏഷ്യാറ്റിക് ചീറ്റാസും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടുന്ന് ചീറ്റാസിനെ കൊണ്ടുവന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമീബിയയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് ആഫ്രിക്കൻ കോണ്ടിനൻസിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന ചീറ്റ ഏത് തരം ചീറ്റയാണ്? ആഫ്രിക്കൻ ചീറ്റയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഏഷ്യാറ്റിക് ചീറ്റ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ചീറ്റാസ് ലോകത്ത് നോക്കുവാണെങ്കിൽ ആകെപ്പാടെ 12 എണ്ണം മാത്രമേ ഉള്ളൂ. 12 എണ്ണം, 9 മെയിൽ ചീറ്റാസും 3 ഫീമെയിൽ ചീറ്റാസും മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് അതൊക്കെ മാത്രം 12 എണ്ണം. ഇത് എവിടെ മാത്രമേ നിലവിലുള്ളൂ? ഇറാനിൽ മാത്രമേ ഉള്ളൂ. അത് ഓർത്തിരിക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാം. ഏഷ്യാറ്റിക് ചീറ്റാസ് നിലവിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇറാനിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെയും അത്യാവശ്യം നമ്പറിൽ ഉള്ളത് ഏത് ചീറ്റയാണ്? ആഫ്രിക്കൻ ചീറ്റാസ് ആണ്. ഈ ആഫ്രിക്കൻ ചീറ്റയും അതേപോലെ തന്നെ ഈ ഒരു ഏഷ്യാറ്റിക് ചീറ്റാസും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദർ ഈസ് ഡിഫറൻസസ്. ഇവർ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ആഫ്രിക്കൻ ചീറ്റാസ് ആണ് സ്ലൈറ്റ്ലി ബിഗർ. കുറച്ചും കൂടെ താരതമ്യേന വലിപ്പം കൂടുതലുള്ള ആർക്കാണ്? ആഫ്രിക്കൻ ചീറ്റാസിനാണ് കമ്പയർഡ് ടു ഏഷ്യാറ്റിക് ചീറ്റസ്. കാരണം ഏഷ്യാറ്റിക് ചീറ്റസ് സ്ലൈറ്റ്ലി സ്മോളർ. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയേക്കത്തില്ല. പിന്നെ മെയിൻലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇവരുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ പൊതുവിൽ ആഫ്രിക്കൻ ചീറ്റ എന്ന് ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, സതേൺ ആഫ്രിക്കയിലൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ആഫ്രിക്കൻ ചീറ്റസിനെ കാണപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഇവയുടെ IUCN സ്റ്റാറ്റസ് ആണ്. IUCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. നമ്മൾ ഇത്തരത്തിലുള്ള ആനിമൽസിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. IUCN പട്ടികയിൽ ഇത്ര സ്ഥാനത്താണ്, അല്ലെങ്കിൽ വൾണറബിൾ ആണ്, എക്സ്റ്റിന്റ് ആണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, ലീസ്റ്റ് കൺസേൺ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ആവശ്യത്തിനൊക്കെ അത്യാവശ്യം നമ്പറുകൾ ഉണ്ട്, പേടിക്കേണ്ട ലെവലിലേക്കൊന്നും അല്ല എങ്കിൽ ഇവയുടെയൊക്കെ സ്റ്റാറ്റസ് ഭൂരിഭാഗം ലീസ്റ്റ് കൺസേൺ ആവും. അവിടെ ഈ സാധനം ഇറങ്ങി ഏറ്റവും എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമൊക്കെ ആകുമ്പോഴാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ എക്സ്റ്റിന്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ആഫ്രിക്കൻ ചീറ്റ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് പട്ടികയിലേക്ക് എത്തിയിട്ടില്ല. അതിനൊക്കെ തൊട്ട് പുറകിലായിട്ടുള്ള വൾണറബിൾ കാറ്റഗറിയിലാണ് ഇപ്പോൾ ആഫ്രിക്കൻ ചീറ്റയുള്ളത്. എന്നാൽ ഏഷ്യാറ്റിക് ചീറ്റ നോക്കിയാൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അതിന്റെ കാരണം ഞാൻ തൊട്ട് ആകെപ്പാടെ 12 എണ്ണം മാത്രമേ ഉള്ളൂ. ആ 12 എണ്ണം കൂടെ ഇതായി കഴിഞ്ഞാൽ അവൻ എന്തായി മാറിയാം? എക്സ്റ്റിന്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഏഷ്യാറ്റിക് ചീറ്റാസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, ആഫ്രിക്കൻ ചീറ്റാസ് വൾണറബിൾ ആണ്. ആ പോയിന്റ് നമുക്ക് പ്രിലിംസിന് ചോദ്യമായിട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ആണ്. ഇത്തരത്തിൽ ആനിമൽസ് ഒക്കെ നിങ്ങൾ വാർത്തയിൽ കാണുമ്പോഴേക്കും ഇതുപോലെ അവയുടെ IUCN സ്റ്റാറ്റസ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 2 ആനിമൽസിനെ കുറിച്ച്, 2 ചീറ്റാസിനെ കുറിച്ച് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തത് ആരെയായിരുന്നു? ആഫ്രിക്കൻ ചീറ്റാസിനെയാണ് കൊണ്ടുവന്നത്. 20 എണ്ണത്തിനെ കൊണ്ടുവന്നു ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് നമീബിയ. ഇനി അടുത്തതാണ്, ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇങ്ങനെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കുനോ പൽപൂർ നാഷണൽ പാർക്കിനെ ചൂസ് ചെയ്തു? ഇവിടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ഇഷ്ടംപടി നാഷണൽ പാർക്കുകളുണ്ട്. എന്നിട്ടും അവയൊന്നും നമ്മൾ സെലക്ട് ചെയ്യാതെ എന്തുകൊണ്ട് എസ്പെഷ്യലി കുനോ പൽപൂർ നാഷണൽ പാർക്കിനെ നമ്മൾ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ ഒരു ചീറ്റാസ് നമ്മുടെ ആഫ്രിക്കയിൽ കഴിയുന്ന, അവിടെയാണല്ലോ ഇവരുടെ നാച്ചുറൽ ഒരു ഹാബിറ്റാറ്റ് എന്നൊക്കെ പറയുവാണെങ്കിൽ അവിടുത്തെ തുല്യമായിട്ടുള്ള, എക്സാക്ട്ലി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, എന്നാലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ്, ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ ഒരു മധ്യപ്രദേശിലെ കുനോ പൽപൂർ നാഷണൽ പാർക്ക്. അതിന് 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുവാണെങ്കിൽ ഈ ചീറ്റാസും അതേപോലെ നമ്മുടെ ഏഷ്യാറ്റിക് ലയൺസിനൊക്കെ ഒരു സെയിം ഹാബിറ്റാറ്റ്സ് ആണ്, ഓൾമോസ്റ്റ് സെയിം ഹാബിറ്റാറ്റ് ആണ്. അതായത് സെമി ഏറിഡ് ഗ്രാസ് ലാൻഡ്സിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. ഇത്തരത്തിൽ സെമി ഏറിഡ് ഗ്രാസ് ലാൻഡ്സ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഓൾമോസ്റ്റ് സെമി ഏറിഡ് ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. കാരണം അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലങ്ങളിൽ.
ഇതിന് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇവരുടെ സ്വദേശമായ ഈ ആഫ്രിക്കയിലെ വനാന്തരങ്ങൾ ഇതിന് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പിന്നെ കുനോ പൽപൂർ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സ് പോപ്പുലേഷൻ ഓഫ് പ്രേ സ്പീഷീസ് ഉണ്ട്. അതായത് ഇവർക്ക് വേട്ടയാടാനായിട്ടൊക്കെ മറ്റു മൃഗങ്ങൾ വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടിയുള്ള നല്ലൊരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ഓഫ് പ്രേ സ്പീഷീസ് ഉണ്ട്, ഇൻക്ലൂഡിങ് പീ ഫൗൾ, വൈൽഡ് പിഗ്സ്, ഗസൽ, ലംഗൂഴ്സ്, ചീത്തൽ, സംബർ, നീൽഗായ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പ്രേ സ്പീഷീസും ഈ കുനോ പൽപൂർ നാഷണൽ പാർക്കിനുണ്ട്. അത്യാവശ്യം സൈസ് ഉണ്ട്, ഏരിയ ഉണ്ട് കുനോ പൽപൂർ നാഷണൽ പാർക്ക്. അപ്പൊ ഈ കാരണത്താലൊക്കെ തന്നെയാണ് മധ്യപ്രദേശ് ആ ലൊക്കേഷനും ഒക്കെ പിന്നെ ഈ പറഞ്ഞ 2-3 മറ്റു ഫേവറബിൾ കണ്ടീഷൻ കൂടെ ചേർന്ന് വന്ന കാരണമാണ് നമ്മൾ ഈ ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിനെ ഏത് നാഷണൽ പാർക്കിനെ സെലക്ട് ചെയ്തത്? കുനോ പൽപൂർ നാഷണൽ പാർക്കിനെ സെലക്ട് ചെയ്തത്. ഇപ്പൊ ഇവിടുന്ന് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ മറ്റ് എല്ലാ എക്സാമുകൾക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന 1-2 പോയിന്റുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒന്ന്, ആദ്യമായിട്ട് ഈ കുനോ പൽപൂർ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിൽ കാര്യം നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചതാണ് ചീറ്റാസിനെ കുറിച്ച് പഠിച്ചു. ഇന്ത്യയിൽ ചീറ്റ എക്സിന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് 1952-ലാണ്. എന്നാൽ അവസാനമായിട്ട് ഇന്ത്യയിലെ ചീറ്റയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് 1947-ലാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി അതിനുശേഷമാണ് ചീറ്റാസിന്റെ 2 വിഭാഗങ്ങൾ, ഏഷ്യാറ്റിക് ചീറ്റയും അതേപോലെ തന്നെ ആഫ്രിക്കൻ ചീറ്റേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇതിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആരെയാണ്? ആഫ്രിക്കൻ ചീറ്റാസിനെയാണ് കൊണ്ടുവന്നത്. ഏഷ്യാറ്റിക് ചീറ്റാസ് ആകപ്പാട് ഇപ്പോൾ ഇറാനിൽ മാത്രം ഒരു 12 എണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്നുള്ള പട്ടികയിലാണ് ഏഷ്യാറ്റിക് ചീറ്റേസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ തിരിച്ച് ആഫ്രിക്കൻ ചീറ്റാസ് ആണെങ്കിൽ അവ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവ എത്തിയിരിക്കുന്ന IUCN വൾണറബിൾ കാറ്റഗറിയിലാണ്. ഇനി ഇവയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ബിഗർ എന്ന് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ ചീറ്റാസ് ആണ്. ബിക്കോസ് ഏഷ്യാറ്റിക് ചീറ്റാസ് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ഷോർട്ടർ ആണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇത്രയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് എന്തുകൊണ്ട് നമ്മൾ കുനോ പൽപൂർ നാഷണൽ പാർക്ക് സെലക്ട് ചെയ്തു. ബിക്കോസ് ചീറ്റാസിന്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഏറിഡ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ് പ്രദേശങ്ങളാണ്, പുല്ലൊക്കെയുള്ള പ്രദേശങ്ങളാണ്. സെമി ഏറിഡ് ആയിട്ടുള്ള പുൽപ്രദേശങ്ങളാണ് ഇവയുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അതിന് തുല്യമായിട്ടുള്ള ഒരു ഏകദേശം തുല്യം എന്ന് പറയാൻ പറ്റുന്ന ഇന്ത്യയിൽ കാണപ്പെടുന്ന 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അപ്പൊ ഈ കുനോ പൽപൂർ നാഷണൽ പാർക്ക് മധ്യപ്രദേശാണ്, അവിടുത്തെ സ്ഥലം ഓക്കെയാണ്. പിന്നെ മറ്റു ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കുനോ പൽപൂർ നാഷണൽ പാർക്ക് അത്യാവശ്യം വിസ്താരം മീൻസ് ഏരിയ വൈസ് അത്യാവശ്യം ലാർജർ ആണ്. പിന്നെ ഈ പറഞ്ഞാൽ അവിടെ ഒരുപാട് ഡിസ്റ്റിങ് മീൻസ് ഈ പറഞ്ഞ ഡൈവേഴ്സ് പ്രേ പോപ്പുലേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് ഇരകൾ ഒരുപാട് മീൻസ് പോപ്പുലേഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള 2-3 എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ഏത് നാഷണൽ പാർക്കിനെ സെലക്ട് ചെയ്ത് കുനോ പൽപൂർ നാഷണൽ പാർക്കിനെ റീഇൻട്രൊഡക്ഷന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് എക്സാമിനേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. മോർ ഫീമെയിൽ സ്റ്റുഡൻസ് എൻ്റർ ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് കോഴ്സസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവിലൊക്കെ പഠിക്കുന്നതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ന്റെ ആംഗിൾ വരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് കറക്റ്റീവ് മെഷേഴ്സുകൾ പറയുന്നുണ്ട്. അത് സർക്കാർ തലത്തിൽ എടുക്കേണ്ട കുറച്ച് കറക്റ്റീവ് മെഷേഴ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ൽ തന്നെയുള്ള ഗവേർണൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ നല്ലൊരു ശുഭവാർത്തയായിട്ട് നമുക്ക് ഇതിനെ പറയാം. കാരണം കൂടുതലും പെൺകുട്ടികളും ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു നല്ല പോയിന്റ് ആയിട്ട് പറയാം. മറ്റേത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പലപ്പോഴും നമ്മൾ പല വാർത്തകളൊക്കെ കാണുമ്പോൾ മീൻസ് വായിക്കുമ്പോൾ കാണാറുള്ളതാണ്. സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും സയൻസ്, ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് ആൻഡ് ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ വിഷയങ്ങളിലേക്ക് വരുമ്പോഴേക്കും അവിടങ്ങളിൽ പൊതുവിൽ ഈ പറഞ്ഞ സ്ത്രീകൾ മീൻസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ നമ്പേഴ്സ് പൊതുവിൽ കുറവായിരുന്നു. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പതുക്കെ പതുക്കെ മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പോലുള്ള വിഷയങ്ങളിലേക്ക് പെൺകുട്ടികളും കൂടുതൽ വരുന്നു എന്നുള്ളത് ഒരു നല്ലൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇങ്ങനെ കൂടുതൽ അവരും കൂടെ ആ ഒരു മേഖലയിലേക്ക് വന്നെങ്കിലേ ഉള്ളൂ നമുക്ക് എന്താ പറയുക ഇക്വാളിറ്റി തൊഴിലിടങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെയുള്ള ഒരു ഇക്വാലിറ്റി നമുക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു ടോപ്പിക്കിനകത്ത് എടുത്ത് പറയുന്ന 1-2 കാര്യങ്ങൾ ഇപ്പം ഈ ഒരു പോയിന്റ് നല്ലൊരു ശുഭവാർത്തയായിട്ട് പറയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ, അതായത് AISHE. ഓക്കെ, AISHE ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ, AISHEയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്ന, അതായത് ഇവർ പഠനം നടത്തിയ 2016 മുതൽ 2022 വരെ കളക്ട് ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ കാലയളവിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ടോട്ടൽ സ്റ്റുഡൻസ് 2016 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ അതായത് പല കോളേജുകളിലായിട്ട് എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. കുറവ് സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പോയിന്റ് ആയിട്ട് പറയുന്നത് 2022 ഒരു സ്ലൈറ്റ് ഇൻക്രീസ് കണ്ടു എന്നുള്ള ഒഴികെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു 5-6 വർഷത്തിൽ ഇന്ത്യയിൽ എഞ്ചിനീയറിംഗിൽ എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പറഞ്ഞത് ടോട്ടൽ എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ ഇവിടെ ഈ കാലയളവിൽ തന്നെ ആരുടെ എണ്ണം കൂടി? ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എൻറോൾമെന്റ്
കൂടി. അപ്പൊ ആരുടെ ആയിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക? മെയിൽ സ്റ്റുഡൻസിന്റെ എണ്ണം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. ആ താരതമ്യേന കുറഞ്ഞു അല്ലെങ്കിൽ ഇപ്പുറത്തെ പെൺകുട്ടികളുടെ ഈ പറഞ്ഞ രീതിയിലുള്ള എൻറോൾമെന്റ് കൂടി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാം. ഈ വർധനമുണ്ടല്ലോ, ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എൻറോൾമെന്റ് വർദ്ധിച്ചത് ട്രഡീഷണലി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വിട്ടുമാറി നിന്നിരുന്ന കോഴ്സുകളുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മൈനിങ് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കോഴ്സുകളിൽ പരമ്പരാഗതമായിട്ട് പണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എൻറോൾ ചെയ്യാതിരുന്ന കോഴ്സുകളിലേക്ക് ഇപ്പോൾ കൂടുതൽ എൻറോൾമെന്റ് കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നല്ലൊരു വാർത്തയായിട്ട് അതിനകത്ത് പറയാൻ പറ്റുന്നത്. ബിക്കോസ് അത് പണ്ടൊരു പെർസ്പെക്റ്റീവ് ആയിരുന്നു. ഈ മേഖലകളിൽ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ മേഖലയിൽ പഠിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പുരുഷന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ബിക്കോസ് ഫിസിക്കലി കുറച്ച് വേണ്ടുന്ന ജോലികളായിരിക്കും എന്നുള്ളത്. ആ കൺസെപ്റ്റ് മാറി വരുന്നു. അതിന്റെ ഒരു സൂചനയായിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഗേൾ ചൈൽഡ്സും ഈ ഒരു കോഴ്സുകളിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ട്രഡീഷണലി അപ്പോൾ ഇവർ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവർ എടുത്തുകൊണ്ടിരുന്ന കോഴ്സുകൾ പറയുവാണെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, IT പോലുള്ള വിഷയങ്ങളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി, ആ ട്രഡീഷണൽ കോഴ്സുകളിൽ നിന്ന് മാറി ഇത്തരത്തിൽ ഈ പറഞ്ഞ അൺകൺവെൻഷണൽ ആയിട്ട് പണ്ടൊരു കാലഘട്ടത്തിൽ തോന്നിക്കൊണ്ടിരുന്ന കോഴ്സുകളും കുട്ടികൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ബട്ട് നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള എൻറോൾമെന്റ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ കുട്ടികളുടെയൊക്കെ ഭാഗത്തു നിന്നാണെങ്കിലും പഠനങ്ങളൊക്കെ നടത്തി. ആ പഠനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയ ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. അത് കൃത്യമായിട്ടും ഗവൺമെന്റ് പരിശോധിക്കണം. പരിശോധിച്ചില്ല എങ്കിൽ സ്റ്റിൽ ഈ കുറവ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ ജോലിക്കും ഇത്ര ആൾക്കാർ വേണമല്ലോ. ഇല്ലെങ്കിൽ ആ ജോലിക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുകയും നമുക്ക് ലേബർ ഷോർട്ടേജ് വരികയും ഒക്കെ തന്നെ അത് നമ്മുടെ അൾട്ടിമേറ്റ് പ്രൊഡക്ഷനെ ഒക്കെ തന്നെ എക്കണോമിക് പ്രൊഡക്ഷനെ ഒക്കെ തന്നെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ ഡേറ്റാസ് നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു ആർട്ടിക്കിൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് എന്തുകൊണ്ട് ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള കുട്ടികളുടെ അഡ്മിഷൻ എണ്ണം കുറഞ്ഞു, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദിസ് യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എസ്പെഷ്യലി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെ മറികടക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ഒന്നാമത്തെ ചലഞ്ചായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഫേസ് ചെയ്യുന്നതാണ് ഇൻഅഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് മതിയായിട്ടുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്കില്ല പഠിക്കാനായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇവിടെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICT, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊക്കെ അഫിലിയേഷൻ കൊടുക്കുന്നതാണ് ഈ ഒരു ടെക്നിക്കൽ ബോഡി, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇവിടെ 2019 ഡേറ്റ പ്രകാരം ഇവർ റിവീൽ ചെയ്ത കാര്യമാണ്, ഇന്ത്യയിലെ 60% എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല. അതായത് ലാബുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രെയിനിങ് ലാബ്സ് ആയിക്കോട്ടെ, ഇവയ്ക്കുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെയാണ് 60% എഞ്ചിനീയറിംഗ് കോളേജുകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് AICT 2019 പുറത്തുവിട്ട ഡേറ്റയ്ക്കകത്ത് സൂചിപ്പിക്കുന്ന കാര്യം. ഇനി രണ്ടാമതായിട്ട് പറയുന്ന കാര്യമുണ്ട്, ഔട്ട്ഡേറ്റഡ് കരിക്കുലമാണ്. ഈ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്. ഇന്ന് ഇൻഡസ്ട്രികൾക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ പണ്ട് ഉപേക്ഷിച്ച പല ടെക്നോളജികളെ കുറിച്ചിട്ടാണ് സ്റ്റിൽ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ഔട്ട്ഡേറ്റഡ് സിലബസ് വെച്ച് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് വരുമ്പോഴേക്കും അവർക്ക് എന്ത് കിട്ടത്തില്ല? തൊഴിൽ കിട്ടത്തില്ല. വെറുതെ അല്ല ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ബിക്കോസ് കുട്ടികൾക്ക് തോന്നാൻ തുടങ്ങി അവർക്ക് ഇത് പഠിച്ചാലും ജോലി നേടാനായിട്ട് സാധിക്കുന്നില്ല. ഈ കാരണത്താലാണ്, മീൻസ് മതിയായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് അവർക്ക് കിട്ടുന്നില്ല. രണ്ടാമത് ഔട്ട്ഡേറ്റഡ് സിലബസ് പ്രകാരമാണ് പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടാനായിട്ട് വളരെ വളരെ ചാൻസ് കുറവായിരിക്കും. സോ ഇങ്ങനെ അൺഎംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ ലോ എംപ്ലോയബിലിറ്റി എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികളുടെ എൻറോൾമെന്റ് എവിടെ കുറഞ്ഞിരിക്കുന്നത്? എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് കുട്ടികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ ഗവൺമെന്റ് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കണം വിത്ത് പ്രോപ്പർ പോളിസീസ്. ഉദാഹരണം പറയുവാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് കരിക്കുലത്തിന്റെ കാര്യം, കരിക്കുലം എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്യണം. മീൻസ് പ്രസന്റ് കാലഘട്ടത്തിൽ എന്താണ്, അതിന് വേണ്ടിയിട്ടാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇവരുമായിട്ട് ചേർന്നിട്ട്, അതായത് ഇവർ കമ്പനികളുടെ കൂട്ടായ്മയാണ്, ഇവരുമായിട്ട് ചേർന്നിട്ട് വേണം നമ്മുടെ കോഴ്സുകളെല്ലാം തന്നെ ഏകദേശം ഡിഫൈൻ ചെയ്യേണ്ടത്. കാരണം ഈ പറഞ്ഞ പോലെ എന്താണ് കമ്പനികൾക്ക് പ്രസന്റ്ലി ആവശ്യം, അതിനനുസരിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ഇവിടെ പാസ്സായിട്ട് ഇറങ്ങി വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജോലി കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. കുട്ടികളെ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഈ കോഴ്സുകളിൽ നിന്നും മാറുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ CIE കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫൗണ്ട് ചെയ്തൊരു കാര്യമാണ്, 80% ഓഫ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഇൻ ഇന്ത്യ നോട്ട് എംപ്ലോയബിൾ ഡ്യൂ ടു ലാക്ക് ഓഫ് റെലവൻറ്റ് സ്കിൽസ്. ആ മേഖലയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്കില്ലില്ല. പിന്നെ എങ്ങനെയാണ് ഇവരെ കമ്പനികൾ ജോലിക്ക് എടുക്കുക? ഓക്കെ. ദെൻ മൂന്നാമത്തെ കാര്യം, ഒന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫെസിലിറ്റി കുറവ്, പിന്നെ കരിക്കുലത്തിന്റെ പ്രശ്നം. മൂന്നാമതായിട്ട് അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിന്റെയും പ്രശ്നം, ലാക്ക് ഓഫ് ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ്, എസ്പെഷ്യലി സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ. ഇപ്പോൾ ഓരോ വിഷയത്തിന് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മേഖല ഉണ്ടാവും. അവിടങ്ങളിലൊക്കെ തന്നെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ലാബ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാനായിട്ടുള്ള ക്വാളിഫൈഡ് ഫാക്കൽറ്റികളുടെ പോരായ്മയും ഈ പറഞ്ഞ രീതിയിലുള്ള
പഠനത്തിനെ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ഇൻഡസ്ട്രി കൊളാബറേഷൻ, ഇതാണ് പ്രാക്ടിക്കൽ നോളജ് ഇല്ലെന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും ഒക്കെ ഈ പറഞ്ഞ പോലെ പേരിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയതായിട്ട് അങ്ങനെ നടത്തി എന്നുള്ള പേരിന് മാത്രം വെക്കുന്നു, അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ കൊളാബറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടപ്പാക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടാനായിട്ട് സാധിക്കുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ കോഴ്സുകളെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥയായിട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തെ ചലഞ്ചസ് ആയിട്ട് മെയിൻലി ഓർത്തിരിക്കുക. അതായത് ഈ പറഞ്ഞ ഒന്നുകൂടെ കാണിച്ചു തരാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചലഞ്ചസ്. ഒന്ന്, ഇൻഅഡിക്വേറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ. രണ്ട്, ഈ പറഞ്ഞ ഔട്ട്ഡേറ്റഡ് ഉള്ള കരിക്കുലം. മൂന്ന്, ലാക്ക് ഓഫ് ക്വാളിഫൈഡ് ഫാക്കൽറ്റീസിന്റെ ഇത്. നാല്, ലിമിറ്റഡ് ഇൻഡസ്ട്രി കൊളാബറേഷൻ. ഈ കാരണത്താലാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കുട്ടികൾ ഒരുപാട് ബാക്കിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിൾ ആണ്, ഇന്ത്യ നീഡ്സ് ടു ഡെവലപ്പ് എ കെയർ എക്കോസിസ്റ്റം. ഇത് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾ ആണ്. കെയർ എക്കോസിസ്റ്റം എന്താണെന്നുള്ളത് പറയുന്ന മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിനകത്തെ തുടക്കത്തിലെ കുറച്ച് ഡേറ്റാസ് നൽകിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ഡേറ്റാസ് ഫ്രം എക്കണോമിക് സർവേ 2023-24 എക്കണോമിക് സർവേയിലെ ഡേറ്റാസ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു 2023-24 എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട്, വേൾഡ് ആവറേജ് ലോകത്തിന്റെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ വുമന്റെ പാർട്ടിസിപ്പേഷൻ, ലേബർ പാർട്ടിസിപ്പേഷൻ, ഓക്കെ, വുമൺ ലേബർ പാർട്ടിസിപ്പേഷൻ അത് വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ എത്ര ശതമാനമുണ്ട്? 47.8% ഉണ്ട്. 47.8%. അതായത് ലോകത്തിലെ നോക്കുമ്പോഴേക്കും 100 സ്ത്രീകളിൽ 47.8% സ്ത്രീകളും വർക്ക് ചെയ്ത് നമ്മുടെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഇന്ത്യയിലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എടുത്തു കഴിയുമ്പോൾ, ഇന്ത്യയിൽ എടുത്തു കഴിയുമ്പോഴേക്കും ഇറ്റ് സ്റ്റാൻഡ്സ് അറൌണ്ട് 37%. ഇത് 37% മാത്രമേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അവിടെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എത്ര മാത്രമേ ഉള്ളൂ? 37% ഉള്ളൂ. ഇന്ത്യയിൽ 100 സ്ത്രീകൾ ഉണ്ടെങ്കിൽ, മീൻസ് വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള 100 സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരിൽ 37 പേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ജോലിക്ക് പോകുന്നുള്ളൂ. ബാക്കി ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ എന്താ പറയുക 63% ആൾക്കാർ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിൽക്കുന്നത്. അതിന് കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ത്രീകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കത്തില്ല, മേ ബി നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് ഏബിൾ ടു വർക്ക്. അതിന് മിക്ക കാരണങ്ങളും ഇവരെ പതുക്കെ എങ്ങോട്ടേക്ക് മാറ്റപ്പെടുന്നു? കുടുംബങ്ങളിലേക്ക്, മീൻസ് ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറിപ്പോകുന്നു. അതിനെയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? കെയർ എക്കോസിസ്റ്റം. ബിക്കോസ് നമ്മുടെ ആ ഒരു പാട്രിയാർക്കിക്കൽ മൈൻഡ് സെറ്റിൽ ഇത്തരത്തിൽ കുടുംബത്തിന്റെ ആ ഒരു അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു ആളുകളുടെ സംരക്ഷണം കാര്യങ്ങളൊക്കെ ആരാണ് മെയിൻലി ചെയ്യേണ്ടതെന്നുള്ളൊരു സങ്കല്പമാണ് സ്ത്രീകളാണ്. അപ്പൊ ആ ഒരു ചുറ്റുപാടിൽ നിൽക്കുമ്പോഴേക്കുമാണ് കുട്ടികളും ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ മുതിർന്ന പ്രായമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എൽഡർലി പീപ്പിൾ, ഇവരെ എല്ലാം സംരക്ഷിക്കേണ്ട ആ ഒരു കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം പതുക്കെ ആരുടെ മുകളിലേക്ക് എത്തുന്നു? സ്ത്രീകളുടെ മുകളിലേക്ക് എത്തുന്നു. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇതാണ് ഈ കെയർ ഇക്കോസിസ്റ്റം. മീൻസ് കെയറിംഗ് ഫോർ അതേഴ്സ്, അല്ലെങ്കിൽ അത് ചിൽഡ്രൻ ആകാം, അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാകാം. ഇവരെ കെയർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെ മാറുന്ന കാരണമാണ് നമ്മൾ പൊതുവിൽ എക്കണോമിക്സിനകത്ത് GDP പഠിക്കുമ്പോൾ പോലും നമുക്കറിയാം, GDP-യിലേക്ക് പൊതുവെ നമ്മുടെ ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാരുടെ ഒക്കെ ജോലികൾ നമ്മൾ GDP-യിലോട്ട് ആഡ് ചെയ്യത്തില്ല. ബിക്കോസ് അതൊരു അൺപെയ്ഡ് ജോബ് ആയിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. അതേ സ്ഥാനത്ത് ഒരു സെർവന്റ് ആണ് വന്ന് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സാലറി ഇങ്ങോട്ടേക്ക് കയറും. ബട്ട് ഒരു ഹോം മേക്കർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാർ ചെയ്യുന്ന വർക്ക് എങ്ങോട്ടേക്ക് വരുന്നില്ല? ഈ ഒരു നമ്മുടെ GDP-യിലേക്ക് പോലും എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല, ബിക്കോസ് അവർ പെയ്ഡ് അല്ല എന്നുള്ള കാരണത്താൽ. സോ ഇങ്ങനെ വരുന്നതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ലോകം ഈ പറഞ്ഞ പോലെ രാജ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മിക്ക വീടുകളിലും എല്ലാവരും തന്നെ എംപ്ലോയിഡ് ആണ്. അപ്പൊ ഇപ്പൊ അർബൻ ഏരിയാസിൽ നോക്കുമ്പോഴേക്കും ഈ കെയർ എക്കോസിസ്റ്റം അല്ലെങ്കിൽ കെയർ എക്കണോമി എന്ന് പറയുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ട്. ബിക്കോസ് അർബൻ ഏരിയാസിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആളുകളും വർക്കിംഗ് ആണ്. അപ്പോൾ പ്രായമായ ആൾക്കാർ വീട്ടിലുള്ളവരെ നോക്കാനായിട്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ കെയർ ടേക്കേഴ്സിനെ ഇത്തരത്തിൽ എംപ്ലോയ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യം, ബിക്കോസ് ഈ പറഞ്ഞ കെയർ ടേക്കേഴ്സ് അങ്ങനെ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു എംപ്ലോയ്മെന്റ് ആയിട്ട് അത് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കെയർ ടേക്കേഴ്സ് ആയിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങോ, അല്ലെങ്കിൽ എങ്ങനെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ സംരക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, ഈ വന്ന് വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം. ഇന്നാണെങ്കിൽ പല ആളുകൾക്കും ഇങ്ങനെയുള്ള ജോലികൾക്ക് പോയി വർക്ക് ചെയ്യണം താല്പര്യം ഉണ്ടാവും. പക്ഷേ പലരും മടിക്കുന്നതിന്റെ കാര്യം, മറ്റൊരിടത്ത് പോയി ഇത്തരത്തിൽ കെയർ ടേക്കിങ്ങിന്റെ ഭാഗമായിട്ട് മറ്റൊരിടത്ത് പോയി വർക്ക് ചെയ്യുമ്പോഴേക്കും അതിലെ സേഫ്റ്റി കൺസേൺസ് മുൻനിർത്തിയാണ് പല ആളുകളും അത് ചെയ്യാതിരിക്കുന്നത്. ബട്ട് അതിനെ നമുക്ക് ലീഗലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ഫോർമലൈസ് ചെയ്യുകയാണെങ്കിൽ, ഫോർമലൈസ് ഇൻ ദ സെൻസ് അവിടെ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കണം, മിനിമം വേജസ് നമുക്ക് ഉറപ്പാക്കണം, യാതൊരു വിധത്തിലുള്ള ഈ പറഞ്ഞ പോലെ ചൂഷണങ്ങളും അവർക്ക് ഇരയാകാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്ത് ഈ കെയർ എക്കണോമിയെ നമുക്ക് കുറച്ചുകൂടെ ഫോർമലൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, സ്റ്റിൽ ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് എന്താണോ നമ്മുടെ നാഷണൽ ഇൻകം അതിനേക്കാൾ ഒരു പടി കടക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതും ഈ പോയിന്റിനകത്ത് പറയുന്നുണ്ട്. ബിക്കോസ് അർബൻ ഏരിയാസിൽ അങ്ങനെ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ്
ഈ വർഷത്തെ 2024-25 ബഡ്ജറ്റിൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 3% ബഡ്ജറ്റ് തുക അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അലോക്കേറ്റ് ചെയ്ത തുക വേറൊന്നിനുമല്ല, അംഗനവാടികളൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്. ബിക്കോസ് ഈ ഒരു കെയർ ടേക്കിങ്ങിന്റെ ജോലിയിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മറ്റു ജോലികളിലേക്ക് പോകാനായിട്ട്, കുട്ടികളെ നോക്കാനായിട്ട് ഈ പറഞ്ഞ അംഗനവാടികളിൽ ഏൽപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്കീമുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആരെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ? കുട്ടികളെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് കെയർ എക്കോസിസ്റ്റം അല്ലെങ്കിൽ കെയർ എക്കണോമി എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമോ, മറ്റീ പറഞ്ഞ എൽഡേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ കൂടി ഉണ്ട്. സോ അവരെയും കൂടെ നമുക്ക് നോക്കാനായിട്ടുള്ള കാര്യങ്ങളും ഇനി മുതൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ അത് പറയുന്നത്. അത്തരത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കെയർ ടേക്കേഴ്സ് ഒക്കെ ആയിട്ട് വന്ന് വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് ഫ്രീ മീൻസ് ഈ പറഞ്ഞ പോലെ ഒരു മടിയും കൂടാണ്ട് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ഫുൾ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കൂടുതലും ഈ കെയർ എക്കണോമിയെ നമുക്ക് കുറച്ചുകൂടെ ഫോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്, ഫോർമലൈസ് ചെയ്യാൻ സാധിക്കണം. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള മിനിമം വേജസ് നമുക്ക് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സേഫ്റ്റി, അവരുടെ സേഫ്റ്റി, വർക്കിങ്ങിന്റെ അവിടുത്തെ സേഫ്റ്റിയും കാര്യങ്ങളും എൻഷുർ ചെയ്യണം. അത് യാതൊരുവിധ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചൂഷണങ്ങൾക്ക് വിധേയമാകാൻ പാടില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്ത് ആ മേഖലയെ കുറച്ചുകൂടെ ഫോർമലൈസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് നമ്മുടെ GDP വൈസും അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് വൈസും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അതാണ് ഇന്ത്യ നീഡ്സ് ടു ഡെവലപ്പ് എ കെയർ എക്കോസിസ്റ്റം, കുറച്ചുകൂടെ ഫോർമലൈസ്ഡ് ആയിട്ടുള്ള കെയർ എക്കോസിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഈ ആർട്ടിക്കിളിനകത്ത് എടുത്തു പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻ ആയിട്ടൊക്കെ. ബിക്കോസ് അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ നമുക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂട്ടാനും പറ്റും. അതുവഴി നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ഇത്രയും കാര്യമാണ് ആ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ ലാസ്റ്റ് MCQ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചീറ്റായ്സിനെ കുറിച്ചിട്ടാണ് ഈ MCQ ഉള്ളത്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കാം. എന്നിട്ട് ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഓപ്ഷൻ A സൂചിപ്പിക്കുന്നത് 1 and 2 only. അതായത് ആദ്യത്തേതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ തെറ്റുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് 1, 2 മാത്രം ശരി, 3 തെറ്റുവാണെങ്കിൽ ഓപ്ഷൻ A ചൂസ് ചെയ്യാം. അതേ സാഹചര്യത്തിൽ ഒന്നാമത്തെ തെറ്റും 2, 3 ആണ് ശരിയെങ്കിൽ ഓപ്ഷൻ B എന്നും, രണ്ടാമത്തെയാണ് തെറ്റ് 1, 3 ആണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ C ചൂസ് ചെയ്യാം. എന്നാൽ ഈ 3 ശരിയാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഓപ്ഷൻ D നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഇപ്പൊ ഇത്രയും ആർട്ടിക്കിൾസ് ആയിരുന്നു നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്ന. അപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്